എൻ്റെ പേര് സിദ്ദിഖ്. സാറ് യു എയിലാണോ? അതെ, ദുബൈയിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ. സാറിന് നമ്മുടെ തൻസീർ സാറിനെ അറിയാമല്ലോ. അപ്പോൾ തൻസീർ സാർ നമ്മുടെ എംടെക്കിൻ്റെ ഒരു പ്രൊഫഷണലാണ്. സാറിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സാറിൻ്റെ വർക്കുകളെ പറ്റിയിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മള് ഷോർട്ട് ടൈമാണ് കൊടുത്തത്, ആ സമയത്തിനകം അവര് ചെയ്തു തീർത്തു. അതായത് ഒക്ടോബർ 1 ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ നിന്നും ഇൻസ്റ്റ അതുപോലെ FB അങ്ങനെയൊക്കെ ആയിട്ട്. ഏകദേശം 6ഓളം ടീമുകളെ കോണ്ടാക്ട് ചെയ്യുകയും അതുപോലെ കൊട്ടേഷനൊക്കെ എടുത്തു. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നത് ഇവരാണ്. പിന്നെ നമ്മളെ ഏറ്റവും ലൊക്കേഷന്റെ ഏറ്റവും അടുത്ത് ഇവരായിരുന്നു. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് അവര് സെലക്ട് ചെയ്തത്. പക്ഷെ അത് നല്ല സെലക്ഷൻ ആയിരുന്നു. കാരണം നമുക്ക് ഓൺ ടൈമില് എല്ലാം ചെയ്തതാണ് അവര്. അപ്പം സാറിനോടുള്ള ബിഹേവിയർ അല്ല, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല 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 ടീംസാണ് എല്ലാം. ഇപ്പൊ വർക്കേഴ്സ് ആണെങ്കിലും അതുപോലെ ഇവരാണെങ്കിലും അതുപോലെ നമ്മുടെ അവരുടെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അവര് നോക്കുന്ന സൂപ്പർവൈസർ, എല്ലാവരും ടീം മൊത്തം നല്ലത് തന്നെയായിരുന്നു. അപ്പൊ ക്വാളിറ്റി വൈസ് ആയാലും അല്ലെങ്കിൽ ടൈം പറഞ്ഞ ടൈമിനുള്ളിലായാലും അല്ല എല്ലാ കാര്യങ്ങളിലും സാർ വളരെ സാറ്റിസ്ഫൈഡ് ആണല്ലേ? ജനുവരി 10 ഞാൻ ഡെഡ് ലൈൻ കൊടുത്തതായിരുന്നു. ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി 9 അവര് ഫിനിഷ് ചെയ്തു. അപ്പൊ ഇനി ഭാവിയിലായാലും വേറെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെങ്കിലും സാറിന് തന്നെ ഇനി ഒരു വർക്ക് വന്നാലും ഇവർക്ക് എന്തായാലും കോൺഫിഡന്റോടെ തന്നെ കൊടുക്കാം അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ സാറ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തതിൽ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ സർ. ഓക്കെ, സെയിം ടു യു. താങ്ക് യു സോ മച്ച്. റെക്കോർഡ് ഞാൻ മറ്റേ കോള് കെട്ടിയിട്ടില്ല. റെക്കോർഡ്